സാർ, ഈ ശശീന്ദ്രനെ ഇതുവരെ ഈ ഭരണം, അതായത് പിണറായി വിജയൻ അടങ്ങുന്ന ഗവൺമെൻറ് CPM സഹിച്ചു. ഇനിയിപ്പോൾ വരുന്ന തിരഞ്ഞെടുപ്പിൽ ശശീന്ദ്രനെ സഹിക്കാൻ വയ്യ, ശശീന്ദ്രന് സീറ്റ് കൊടുക്കില്ല എന്ന രീതിയിലേക്ക് ഉള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ശശീന്ദ്രൻ എലത്തൂരിൽ നിന്നാണ് ജയിക്കുന്നത്. എലത്തൂർ CPMന് വളരെ സ്ട്രോങ് വേരോട്ടുള്ള, കോഴിക്കോട് അവരുടെ ജില്ലാ ഘടകത്തിൽ ഏറ്റവും വേരോട്ടുള്ള സ്ഥലമാണ്. ഇനി ശശീന്ദ്രന് സീറ്റ് കൊടുക്കുന്നില്ല എന്ന് പറയുന്നതിനകത്ത് എന്താണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്? ശശീന്ദ്രന് സീറ്റ് കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ലോജിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, എന്നോട് ചോദിച്ചാൽ ശശീന്ദ്രനെ അങ്ങാർക്ക് ഏറ്റു നടക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, ആർക്കാ ശശീന്ദ്രനെ ഏറ്റു നടക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ശശീന്ദ്രന് സീറ്റ് കൊടുക്കും. അല്ല, അവിടെ കൊടുക്കാൻ കഴിയില്ല. അല്ല, കൊടുക്കാൻ അതിപ്പോൾ പുറമേ പല ആരോപണങ്ങളും പറയുമ്പോൾ വേറെ എവിടെയെങ്കിലും ബാർഗൈൻ ചെയ്യാനായിരിക്കും. ശശീന്ദ്രനെ ഇവർ അക്കോമഡേറ്റ് ചെയ്തതിന് 2-3 കാരണങ്ങളുണ്ട്. ശശീന്ദ്രൻ ഇവർ പറയുന്നിടത്തെല്ലാം ഒപ്പിട്ട് കൊടുക്കുന്നേ. CPMകാരോ അല്ല CPM ജില്ലാ കമ്മിറ്റിയോ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയോ പറയുന്നിടത്തെല്ലാം ഇയാൾ ഒപ്പിട്ട് കൊടുക്കും. ഇയാൾക്ക് അവിടെ കസേരയിൽ ഇരുന്നാൽ മതി, അവിടെ നിന്ന് കിട്ടുന്ന പോലെ നക്കാപ്പച്ച കിട്ടിയ ധാരാളം സന്തോഷം. റിപ്പോർട്ടർ ചാനലൊക്കെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കിയെടുത്ത് എങ്ങനെ? റിപ്പോർട്ടർ ചാനലിൽ പിണറായിക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങി എങ്ങനെ? ആരാ എങ്ങനെയാണ് റിപ്പോർട്ടർ ചാനലിലെ വനം കൊള്ളയൊക്കെ എവിടെ പോയി? കേസ് എവിടെ പോയി? മനഫിൻ്റെ കേസ് എവിടെ പോയി? എത്ര കേസുകൾ വനം കൊള്ളയായിട്ട് ബന്ധപ്പെട്ട എത്ര കേസുകൾ? കോടാനുകൂടി വനം അവിടെ നിന്ന് വിട്ടുമാറ്റില്ലേ മരം? ആരാ ചോദിക്കാനുണ്ടായിരുന്നു? അത് മുഴുവൻ മൂട്ടിൽ റിപ്പോർട്ടർ ചാനലുകാർ കൊണ്ടുപോയി എന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് അതിരിക്കുന്നത്. അതിൽ ഒരു വീതം 50% ആർക്കെങ്കിലും വീതം വെച്ച് പോയിട്ടുണ്ട്. അത് പിണറായി വിജയനോ അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്ന പാർട്ടിക്കാർക്കുമായിരിക്കും. അപ്പോൾ അത്രയും സൗകര്യപ്രദമായിട്ട് ഒതുങ്ങിയ അടക്കത്തോടെ നിൽക്കുന്ന ഒരു സ്ഥാനത്തിന് പകരം ഒരു റിബല്യനായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിപ്പെട്ട ആളാണെങ്കിൽ പോലും അങ്ങ് അത്ര ഒതുങ്ങി തരണമെന്നില്ല. CPIക്കാരാണ് അത്ര ഒതുങ്ങുന്നില്ല. നീലൻ്റെ കാര്യം ഓർത്ത് നോക്കി, നീലിന് ഒതുങ്ങുന്നവനല്ല. സ്വന്തമായിട്ടൊരു കാഴ്ചപ്പാടിന് സ്വന്തമായിട്ടൊരു ഫോളോയിങ് ഉണ്ട് തിരുവനന്തപുരത്ത്. എന്നാണേലും നീലിനെ അതാ പിന്നെ അക്കോമഡേറ്റ് ചെയ്യാത്തതിൻ്റെ കാര്യം അതാ. എന്നാൽ പോലും നീലിൻ്റെ ഭാര്യയ്ക്ക് ടിക്കറ്റ് കൊടുക്കേണ്ടി വന്നു, ജമീലയ്ക്ക്. അതെ. അപ്പോൾ ഇതിൻ്റെ കാരണം എന്നാ? ശശീന്ദ്രനെ മാറ്റാൻ തീരുമാനിക്കണമെങ്കിൽ ശശീന്ദ്രൻ്റെ സമ്മതത്തോടെ മാത്രമേ അത് ചെയ്യൂ. ഒന്നുകിൽ ശശീന്ദ്രൻ പറയുന്ന അടുത്ത ആളിനെ അവിടെ നിർത്തും, അല്ലെങ്കിൽ പിന്നീട് ജയിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ വനം വികസന കോർപ്പറേഷനോ KFDC എന്ന് പറഞ്ഞ എന്തെങ്കിലും എന്നാ ഇൻഡസ്ട്രീസോ വുഡ് ഇൻഡസ്ട്രീസോ ഇതൊക്കെ വേണം ശശീന്ദ്രനെ കൊടുക്കാൻ, ചെയർമാൻ സ്ഥാനം കൊടുക്കാവുന്നൊരു വ്യക്തമായ ഓഫറോടുകൂടി മാത്രമായിരിക്കും ചിലപ്പോൾ നടക്കുന്നത്. ഇത്രയും പരാജയപ്പെട്ടൊരു മന്ത്രിയായിട്ട് പോലും ശശീന്ദ്രനെ ഉൾക്കൊണ്ടത് ഇതൊക്കെ കൊണ്ടായിരിക്കും. നിങ്ങൾ ശശീന്ദ്രനെ ഒരു കയ്യിലെടുത്ത് നോക്കുക, ഒരു ത്രാസിൻ്റെ തട്ട വയ്ക്കുക, ഇപ്പുറം വീണാ ജോർജിനെ വയ്ക്കുക, അല്ല അപ്പുറത്ത് MP രാജേഷിനെ വയ്ക്കുക, ഓരോരുത്തരും എടുത്ത് വെച്ച് നോക്കൂ. ആരാ ഇതിൻ്റെ അകത്ത് ഏത് തട്ട് താന്ന് നിൽക്കും? എല്ലാം ഒപ്പം നിൽക്കും. പരാജയപ്പെട്ട മന്ത്രിയാണ് എന്നുള്ള രീതിയിലാണ് ശശീന്ദ്രനെ മാറ്റുന്നെങ്കിൽ പലരെ മാറ്റാനുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞില്ല, വീണാ ജോർജ് പരാജയപ്പെട്ടാണെങ്കിൽ വീണാ ജോർജിനെ ശശീന്ദ്രൻ്റെ വനം വകുപ്പും ആരോഗ്യ വകുപ്പും കൂടി തട്ടിൽ വെച്ചാൽ, അല്ല വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും കൂടി തട്ടിൽ വെച്ചാൽ എങ്ങനെ നിൽക്കും? ഒന്നും വേണ്ട, ആഭ്യന്തര വകുപ്പും വനം വകുപ്പും കൂടെ വെച്ചാൽ എങ്ങനെ ഇരിക്കും? വനം വകുപ്പിൽ എന്തെങ്കിലും കൊള്ള തടയണമെങ്കിൽ, അല്ല കൊള്ള നടക്കുന്നുണ്ടെങ്കിൽ തടയാൻ ബാധ്യതപ്പെട്ടത് പോലീസുണ്ട്. ഇപ്പം പോലീസിൻ്റെ കയ്യിൽ ആരും കയറി പിടിക്കുകയില്ല. ഇത്രയും വന്യജീവി ആക്രമണം വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടും പിണറായി വിജയൻ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് വേറെ എന്തെങ്കിലുമൊക്കെ അതാണ് ഇതിന് കൃത്യമായ വീതം അങ്ങോട്ട് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ എന്തിനു സാർ ഈ പറയുന്ന കോഴിക്കോട് ഘടകം ഇദ്ദേഹത്തിനെ മാറ്റണമെന്നും ഒക്കെ ആവശ്യപ്പെടും? അവിടെ ഈ സ്ഥാനത്ത് നോക്കിയിരിക്കുന്ന വേറെ ആരെങ്കിലും കാണും, അല്ല ഇവരുടെ റിപ്പോർട്ടർ ചാനലുകാരുടെ ബന്ധക്കാരോ ഉണ്ടെങ്കിലോ ആലോചിച്ച് നോക്കാം. ഇപ്പം റിപ്പോർട്ടർ ചാനലുകാരുടെ അല്ലെ അതുപോലെ ഏതെങ്കിലും മുതലാളിമാരുണ്ടെന്നുണ്ടെങ്കിൽ. അത് മാത്രമല്ല സാർ, NCPയിൽ തന്നെ കുട്ടനാടും കൊടുക്കാൻ ഒരു തോമസ് കെ തോമസിന് കൊടുക്കൂലെന്നും പറയുന്നുണ്ട്. തോമസ് കെ തോമസിന് കൊടുക്കണമെന്നില്ല, ഇല്ല. കാരണം ആവശ്യത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആളാണ്. തോമസ് കെ തോമസിന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ക്രിസ്ത്യാനി ശശീന്ദ്രൻ്റെ മന്ത്രിസ്ഥാനം തെറിപ്പിക്കാൻ നടന്ന ആളാണ്. അല്ല, തോമസ് കെ തോമസിന് കൊടുക്കാത്തതിൻ്റെ രണ്ടാമത്തെ കാരണം PC ചാക്കോ നേരിട്ട് ഏതെങ്കിലും മത്സരരംഗത്തേക്ക് വരുന്നുണ്ടോ ഇല്ലയോ എന്നറിയാമോ? അത് PC ചാക്കോയ്ക്ക് അങ്കമാലി സീറ്റ് കൊടുക്കും. അപ്പോൾ തോമസ് കെ 2 കത്തോലിക്കന് അപ്പുറം ഇപ്പുറം കൊടുക്കണമെന്നില്ല. കുട്ടനാട് CPMന് ജയിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. കുട്ടനാട് ഇവിടെ ജയിച്ചെന്ന് വരും. ജയിക്കാൻ ഇപ്പോഴത്തെ ട്രെൻഡിൽ ഒന്നും പറയാൻ പറ്റില്ല. അല്ല, കുട്ടനാട് ഇപ്പം CPMൻ്റെ ഈ വലിയേട്ടൻ മനോഭാവം നിങ്ങൾക്കൊന്നും സീറ്റ് ഒന്നും തരാക്കൂല, വേണമെങ്കിൽ ഒരു സീറ്റ് തരാം എന്നൊക്കെ പറഞ്ഞ് പണ്ടും അങ്ങനെയാണല്ലോ. ഇല്ല, അതിലൊരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ രംഗത്ത് പരീക്ഷണങ്ങൾ നടത്തുന്ന 2 സമയത്ത് നമുക്ക് ബാർഗെയിൻ ചെയ്യാം. നമ്മുടെ ഇപ്പോൾ വീഡിയോ സജഷൻ പറഞ്ഞ പോലെ 2 സമയത്ത് പറയാം. ഒന്ന്, നമ്മൾ ഏത് പരിതസ്ഥിതിയിലും ജയിക്കും, ആരുടെ സഹായം ജയിക്കും എന്നൊരു ഉറച്ച വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ബാർഗെയിൻ ചെയ്യാം. നിനക്ക് ഇത്രയേ ഉള്ളൂ, നിനക്ക് സൗകര്യം ഉണ്ട്, മേടിച്ചാൽ മതി എന്ന് പറയാം.
ഇനി രണ്ടാമത്തെ തവണ നിന്നെയൊക്കെ കൂട്ടിയാലും നിനക്കൊക്കെ ഇത്രയും സീറ്റ് തന്നാലും ജയിക്കുകയില്ല എന്നൊരു ധാരണ ഉണ്ടെന്ന് എനിക്കട്ടെ. ചിട്ടപ്പേര് മാത്രം മിച്ചമുള്ളെങ്കിൽ എനിക്ക് ആരും കൂട്ടാതെ ഒറ്റയ്ക്ക് മത്സരിച്ച് തോക്കാം, മാന്യമായിട്ട് തോക്കാം. ഈ രണ്ട് ചോയ്സേ ഉള്ളൂ. ഇവിടെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം ചെല്ലുന്തോറും പിണറായി വിജയനോ അല്ലെങ്കിൽ CPM-ൻ്റെ ശക്തി കേന്ദ്രങ്ങൾക്ക് മനസ്സിലാവും ആരെ കുട്ടികളും ജയിക്കാൻ പോകുന്നില്ല എന്നൊരവസ്ഥ വരും. പിന്നെ ലാസ്റ്റ് കളി അവർ കളിക്കാൻ പോകുന്ന വ്യാഖ്യാനം കേട്ടോ, നമുക്ക് ലാസ്റ്റ് കളി CPM-ന് കളിക്കാനുള്ള ശശീന്ദ്രനെ പോലുള്ളവരെ ഒഴിവാക്കുന്നതിൽ കൂടെ കൂടുതൽ സീറ്റ് മാർക്സിസ്റ്റ് പാർട്ടി മത്സരിക്കുക, മാർക്സിസ്റ്റ് പാർട്ടിക്ക് തന്നെ മാക്സിമം സീറ്റ് പിടിക്കുക, അതും അതിൻ്റെ കൂടെ ഒറ്റയ്ക്ക് വലിയ കക്ഷിയാവുക. ഒറ്റയ്ക്ക് വലിയ കക്ഷിയാണെന്നില്ല, ഒരുമാതിരി കൊള്ളാവുന്ന സീറ്റ് പിടിച്ചാൽ കോൺഗ്രസ് 50 പിടിക്കും, മാർക്സിസ്റ്റുകാരൻ 45 കിട്ടിയാലും മതി. ഇത് കിട്ടുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ 10-20 സീറ്റുകൂടെ കിട്ടിയാൽ ഭൂരിപക്ഷമാവുകയും തൽക്കാലത്തേക്ക് മന്ത്രിസഭാ രൂപീകരണം അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ CPM തയ്യാറാവുകയും ചെയ്താൽ, കുഞ്ഞാലിക്കുട്ടിയെ മുഖ്യമന്ത്രിയാക്കാൻ തയ്യാറാവുകയും ചെയ്താൽ എല്ലാ എതിർപ്പും തീരും. മുസ്ലിം ലീഗിൻ്റെ അകത്തുള്ള ഇന്ത്യയുടെ എതിർപ്പ് മുഴുവൻ തീരും. കുഞ്ഞാലിക്കുട്ടിയെ മുഖ്യമന്ത്രിയാക്കാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ എല്ലാ മുസ്ലിമും വഴിയിലിറങ്ങും. അനുകൂലമായിട്ട് ഇന്ന് സതീശൻ്റെ പുറകെ നിൽക്കുന്ന പണക്കാർദങ്ങൾ വരെ പറയും ആയിക്കോട്ടെന്ന് പറയും. അങ്ങനെ ആ ഒരു ഗെയിം പ്ലാൻ ഇവിടെ വേണം വർക്കൗട്ട് ചെയ്യാം. അതിനുള്ള നീക്കങ്ങൾ നടത്തി നോക്കില്ല, അതൊക്കെ വേണമെങ്കിൽ CPM ചെയ്യും. അല്ല, ഇടയ്ക്ക് ആ നീക്കം നടത്തി നോക്കിയിട്ട് പുറകോട്ട് പോയി. കാരണം കുഞ്ഞാലിക്കുട്ടിക്ക് പിന്നെയും പ്രതീക്ഷ വന്നു UDF ജയിക്കാം. അത് കോൺഗ്രസിന് മുന്നണിക്ക് ഒരു 85-90 സീറ്റ് കിട്ടാവുന്നുണ്ട്. ഈ കളിയൊന്നും നടക്കുകയില്ല. അതെ, അവിടെ ഇത് വളരെ നിർണായകമായ പൊളിറ്റിക്കൽ ഡിസിഷൻസ് ഉണ്ടാവും. കാരണം മുസ്ലിംസിനെ കൂടെ കിട്ടാതെ ഇടതുപക്ഷ മുന്നണിക്ക് ഇപ്പം BJP-യിലേക്ക് കീഴവർ പോവുകയും കൂടെ ചെയ്താൽ പിന്നെ ഇടതുപക്ഷ മുന്നണിക്ക് ഏക പിടിവള്ളി ലീഗിനെ കൂടെ കൊണ്ടുവരിക എന്നുള്ളതാണ്, അല്ലെ മുസ്ലിമിനെ കൂടെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനുള്ള മാർഗ്ഗം എന്ത് വിട്ടുവീഴ്ച കൊടുത്തും ലീഗിന് നാണക്കേടൊന്നും, ലീഗിനെ കുഞ്ഞാലിക്കുട്ടിയെ മുഖ്യമന്ത്രിയാകുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് നാണക്കേടൊന്നുമില്ല. അവർക്ക് അങ്ങനത്തെ ഈ നാണക്കേടിൻ്റെ പ്രശ്നം വരുന്നില്ല. അയാൾ കോൺഗ്രസ്സുകാരൻ വിചാരിക്കണം ഇന്നലെ വരെ ഞാൻ തെരുവ് പറഞ്ഞാൽ എങ്ങനെ എടുക്കുന്നു വിചാരിക്കും. അതിനിവർക്കതില്ല. ജലീലിനെ എടുത്തില്ലേ, അൻവറിനെ എടുത്തില്ലേ, അവർ പോവുകയും ചെയ്ത വേറെ കാര്യം. അപ്പോൾ ഇവർക്ക് ഒരു പോയില്ല, ജലീലുണ്ട് ഒരു ഉളുപ്പും കൂടാതെ വേണം മുഖ്യമന്ത്രി കുഞ്ഞാലിക്കുട്ടി. അല്ല, ഇവർ അങ്ങനെ ഒരു സംഭവം കുഞ്ഞാലിക്കുട്ടി നമ്മൾ വ്യക്തിപരമായിട്ട് കുഞ്ഞാലിക്കുട്ടി അസസ് ചെയ്യുക. ഇത്രയും കൊല്ലം സജീവമായി രാഷ്ട്രീയത്തിലുണ്ടായി തുടർച്ചയായിട്ട് ജനങ്ങളുടെ പിന്തുണ, ഒരു പ്രാവശ്യം തോറ്റിട്ടുള്ളൂ ജലീലിനോട്, ജനങ്ങളുടെ പിന്തുണ നേടുകയും UDF-ലേക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നൽകുകയും ചെയ്യുന്ന ബോത്ത് സാമ്പത്തികമായിട്ടും MLA-മാരുടെ കൊണ്ടും ആ കുഞ്ഞാലിക്കുട്ടിക്ക് മുഖ്യമന്ത്രിയാകാൻ ഒരു അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് വെക്കണോ? കാരണം ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഷാജിയൊക്കെ അനുകൂലിക്കുമോ? ഭൂരിപക്ഷം ഇവിടെ വന്നു കഴിഞ്ഞാൽ അനുകൂലിക്കുമെന്ന്. കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാകുന്നുണ്ട് ഷാജി തീർത്താൽ ഷാജി മുസ്ലിം സമുദായത്തിൻ്റെ മൊത്തം ശത്രുവാകും. സമുദായത്തിന് ആകെപ്പാടെ TH സമുദായം കിട്ടിയ പിന്നെ ആദ്യം കിട്ടുന്ന ഇപ്പോഴാണ്. ഏതായാലും അത്തരത്തിലൊരു വലിയ മാറ്റമൊക്കെ ഉണ്ടാവുക അല്ല, രാഷ്ട്രീയം അല്ല, അത് തീരുമാനം. പക്ഷേ അതിനുള്ള അത്തരം ചിന്തയ്ക്കൊന്നും യാതൊരു സ്ഥാനവും ഇപ്പം ഇല്ല. സാധ്യതകൾ മാത്രമാണ്. നമ്മൾ ശശീന്ദ്രനിലേക്ക് തന്നെ നമ്മൾ വീണ്ടും പോവുകയാണ്. ഞാൻ അതിലേക്ക് വരുന്നത് സാധ്യതകളാണ് വരുന്നത്. ശശീന്ദ്രനൊക്കെ ഈ സ്കീം ഓഫ് തിങ്സ് ഭൂരിപക്ഷം കൂടുതൽ കിട്ടിയാലും ഒന്നും കിട്ടിയില്ലെങ്കിലും ശശീന്ദ്രൻ്റെ ഒക്കെ റോൾ ഇൻസിഗ്നിഫിക്കൻ്റാണ്, തഴയപ്പെടും. രാമചന്ദ്രൻ കിടന്നപ്പോൾ പറ്റി നിങ്ങൾ പറഞ്ഞില്ല. അതെ, എന്താ പറയുക, അദ്ദേഹത്തിന് കണ്ണൂർ സീറ്റ് കൊടുക്കില്ലെന്ന് പറയുന്നത്. ഒരാൾ ശശീന്ദ്രനെ മാത്രമല്ല മാറ്റാൻ പോകുന്നത്. ഇതിൻ്റെ പ്രൈം ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, മാക്സിമം CPM സീറ്റുകൾ ഉണ്ടായിരിക്കണം. പക്ഷേ സാർ അവിടെ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ സാർ, ഇവർക്കെല്ലാം കൊടുക്കാനുള്ളതൊക്കെ കൈവെള്ളയെ കൊടുത്ത ഒരാൾക്കാരെയൊക്കെ ഇവർ മാറ്റുമോ? അല്ല, അത് അവരോട് പറയും. വനമന്ത്രി എന്ന രീതിയിൽ ഇപ്പോൾ അനൂപ് ജേക്കബിനോട് സത്യം പറഞ്ഞാൽ വീഡിയോ സന്ദേശം വിളിച്ച് പറയുന്നത്, എൻ്റെ പൊന്നു മോനെ അവിടെ 10,000 വോട്ട് 5,000 വോട്ട് തികച്ച് നിങ്ങൾക്കുണ്ടോ? പിറവത്തില്ല, കോൺഗ്രസിൻ്റെ വോട്ടാ മുഴുവൻ. വീണ്ടും ഞങ്ങൾ എത്ര പ്രാവശ്യം എങ്ങനെയാണ് വോട്ട് തരുന്നത്? ഇത് തന്നെ മോൻസിനോടും പറയാം, ഇത് തന്നെ ഏറ്റുമാനൂർ മത്സരിക്കുന്നവരോടും ചങ്ങനാശ്ശേരി മത്സരിക്കുന്നവരോടും പറയാം, ജോസഫ് ഗ്രൂപ്പിനോടും. അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാൻ നോക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ വീഡിയോ സന്ദേശം പറഞ്ഞ പോലെ, അൻവറിനോട് പറഞ്ഞ പോലെ അത്യാവശ്യം ചിലപ്പോൾ പറയേണ്ടി വരും. ഇത് കക്ഷികളായിട്ട് പറ്റിയില്ല, അങ്ങനെ വ്യക്തികളാണ്, അങ്ങനെ പറയാൻ പറ്റും. ഇപ്പോൾ ഗണേശൻ വന്നാൽ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, എടുക്കുകയില്ല. ഗണേശനെ എടുത്താൽ തീർന്നു കൊടുത്തേ. സതീശൻ്റെ ക്ലെയിം മുഴുവൻ പോയി. ഗണേശനെ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ജ്യോതികുമാർ ചാമക്കാല ആ കൊട്ടാരക്കര ഭാഗത്തൊക്കെ ഉള്ളവർ ആഗ്രഹിക്കും. കൊട്ടാരക്കര ഐഷാപ്പറ്റി വന്നാൽ എടുക്കൂല്ല ഇവർ. ഇവിടെ വരാൻ പോകുന്ന ചേഞ്ച് ഇങ്ങോട്ടാണ് ഇപ്പോൾ ചേഞ്ച് വരുന്നത്. CPM-നെതിരായിട്ടാണ് നേതാക്കന്മാരെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. സുരേഷ് കുറുപ്പ് പോകുമെന്നൊക്കെ എല്ലാവരും പറയും. സുരേഷ് കുറുപ്പ് പോകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, അത് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഞാൻ നാളെ പോയി മറ്റന്നാൾ ഞാൻ പറയാം. നമുക്കൊരു ഇൻ്റർവ്യൂ വേണം, നോക്കാൻ വേണമെങ്കിൽ. ഏതായാലും
നമ്മളിപ്പോൾ ഈ കരുതുന്നത് പോലെ ശശീന്ദ്രനെയും എലത്തൂർ ശശീന്ദ്രനെയും കുട്ടനാട് ഈ പറയുന്ന തോമസ് കെ തോമസിനെയും CPM മാറ്റി നിർത്തണമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം NCP മൊത്തം മാറ്റുന്നില്ലേ? വേറെ അതെ, എൻ സി പിക്ക് 3 സീറ്റ് കൊടുത്തിരുന്നു സാർ. 3 സീറ്റ് കൊടുത്തിരുന്നു. ഈ 3 സീറ്റ് കൊടുത്തിരുന്നത് 2 സീറ്റും മാറ്റുകയാണ്. അപ്പോൾ ഈ 2 സീറ്റും മാറ്റുകയാണ് എന്ന് പറയുമ്പോൾ തന്നെ CPM സാറ് പറഞ്ഞതുപോലെ അവർക്ക് കൂടുതൽ സീറ്റ് കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു തന്ത്രം തന്നെയാണ് ആവിഷ്കരിക്കുന്നത്. കോഴിക്കോട് എലത്തൂരൊക്കെ അവർക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള അവരുടെ വോട്ടാണ്. എലത്തൂര് CPMന്റെ വോട്ട് തന്നെയാണ് ഇദ്ദേഹം ജയിക്കുന്നത്. പിന്നെ കുട്ടനാടും അവർക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ളത് തന്നെയാണ്. നല്ല കോൺഗ്രസ് തോറ്റു, അപ്പം തോറ്റു. KC ജോസഫ് സ്ഥിരമായിട്ട് ജയിച്ചോണ്ടിരുന്നല്ലേ കേരള കോൺഗ്രസിലെ KC ജോസഫ്. അന്നൊന്നും ശക്തിയില്ലായിരുന്നല്ലോ. ഇത് കേരള കോൺഗ്രസിന്റെ ഗ്രൂപ്പിസം കാരണം അല്ലെ കൊണ്ട് കളഞ്ഞ അത് കൊടുത്ത് അവർക്ക് കൊടുത്തില്ലാതായതല്ലേ. ഞാൻ ലീജിനോട് കുട്ടനാട് കേന്ദ്രീകരിക്കാൻ സീറ്റ് അവർ വിട്ടുതരികയില്ല. ലീജിന് മത്സരിക്കാൻ ഏറ്റവും നല്ല സീറ്റ് കുട്ടനാടായിരുന്നു. അവിടെ ഇഷ്ടംപോലെ രാഷ്ട്രീയ പ്രവർത്തിക്കാനുള്ള ഇഷ്ടംപോലെ മേഖലയുണ്ട്. ഏതായാലും ശശീന്ദ്രനെ ഇനി ചുമക്കാൻ വയ്യ എന്ന് CPM പറയുന്നതിൽ ഒരുപാട് മാനങ്ങളുണ്ട്. ഒരുപാട് മാനങ്ങളുണ്ട്. ഇപ്പം ശശീന്ദ്രനെ ഒഴിവാക്കാൻ വേണ്ടി മാത്രം പറയുന്നില്ല. ഏതായാലും ശശീന്ദ്രൻ ആ വകുപ്പ് കൈകാര്യം ചെയ്ത് കിട്ടാവുന്നതൊക്കെ കിട്ടി. CPMനെ കിട്ടാവുന്ന അത്രയും കിട്ടി. സാറ് പറഞ്ഞതുപോലെ ഒരു CPM മന്ത്രി ഇരുന്നാലോ CPI മന്ത്രി ഇരുന്നാലോ കിട്ടാവുന്നതിനേക്കാൾ ഇരട്ടി കിട്ടി. ക്യാഷ് ആയിട്ടും കൈൻഡായിട്ടും ഒക്കെ കിട്ടി. നമുക്ക് കാത്തിരിക്കാം.